വെൽക്കം ടു മൈ ചാനൽ ഗ്രാൻഡ് വൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി കണ്ടന്റാണ് ഫ്രണ്ട്സ്. എൻ്റെ പപ്പ ഇന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. അത് ആദ്യത്തെ വെച്ചാൽ ജിഞ്ചർ ആൻഡ് ഗാർലിക്കാണ്. ജിഞ്ചറും ഗാർലിക്കും മിക്സ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഷാലറ്റ്സ് ആണ്. ഇത് ഒണിയനാണ്, ചെറുള്ളി എന്നാകും പറയാം. അതേപോലെ തന്നെ ഇത് പച്ചമുളകാണ് ഫ്രണ്ട്സ്. ഇത് കറി ലീവ്സ്. അടുത്തതെന്ന് വെച്ചാൽ മല്ലിയില. അടുത്ത അവസാനത്തെ ഈ ടൊമാറ്റോ ആണ്, തക്കാളി. ഇത്രയാണ് നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ആദ്യമേ ഇടാനാണ്. പൗഡറാണ്, ബീഫ് കുക്ക് ചെയ്യുന്നതിന് ആദ്യമേ ഇടുന്ന പൗഡറാണ്. ഇത് പെപ്പർ, അതേപോലെ തന്നെ കൊറിയാൻഡർ പൗഡർ, ചില്ലി, റെഡ് ചില്ലി, ഗരം മസാല, ടൂമറിക്. ഇത്രയാണ് ആദ്യമേ നമ്മൾ ബീഫ് കുക്ക് ചെയ്യുമ്പം ഇടുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതാണ്. എല്ലാം സെയിം ആണ്. കാശ്മീരിയും ആൻഡ് ചില്ലി പൗഡറും ആണ് ഇതിനകത്തുള്ള. റെഡ് ചില്ലിയാണ്. അതേപോലെ തന്നെ ഇത് കൊറിയാൻഡർ പൗഡറാണ്. അതുപോലെ ടൂമറിക്കാണ്. അതേപോലെ തന്നെ ഇത് ഗരം മസാലയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഇടാനാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ കുക്ക് ചെയ്യുന്ന ബീഫ് ആദ്യമേ തന്നെ നമ്മൾ കുക്കറിൽ തട്ടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ പറഞ്ഞ ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ പ്ലസ് സോൾട്ടും നമ്മൾ ബീഫിലോട്ട് ചേർക്കാൻ പോവുകയാണ്. ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആദ്യമേ എല്ലാ ഇൻഗ്രീഡിയൻസും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഇത് ജിഞ്ചർ ആൻഡ് ഗാർലിക് ആണ്. ഒരു സ്പൂൺ അങ്ങ് എടുത്തിട്ടു. ബാക്കി അവിടെ വയ്ക്കും. കുറച്ച് ഒണിയനാണ്, സ്മോൾ ഒണിയനാണ്. ഓക്കെ, അടുത്ത പച്ചമുളകാണ്. അടുത്ത കറി ലീഫ് നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നു. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. അതിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. കുക്കറിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വയ്ക്കാൻ പോവുകയാണ്. ബീഫ് അതിനകത്തുണ്ട്. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് കുറച്ചൊരു പാത്രത്തിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് എടുത്ത് നമ്മൾ അതിനകത്ത് ഇടാൻ പോവുകയാണ്. എണ്ണയ്ക്കകത്ത് ഇടാൻ പോവുകയാണ്. ചെറുതായിട്ട് ചെറുക്കുന്നുണ്ട്. ബീഫ് ഇപ്പോൾ ബാക്കി വന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്.
എണ്ണയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പിടാൻ പോവുകയാണ്. ചെറുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം ചിക്കൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ബീഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തെന്ന് വെച്ചാൽ ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് നമ്മൾ എടുത്തിട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ജിഞ്ചർ പേസ്റ്റിൻ്റെ മണമൊക്കെ മാറുമ്പോൾ നമ്മൾ ഈ പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കും. ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇപ്പോഴും വെന്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പൗഡേഴ്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മൾ ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു പൊടിയുള്ള പച്ചമുളകൊക്കെ ആയപ്പം ബീഫിനകത്ത് ആഡ് ചെയ്യും. നമ്മളിപ്പം എണ്ണയിൽ റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബീഫിനകത്തിടും. കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ടു. നമ്മൾ മിക്സ് ചെയ്യാൻ കൂടുതൽ കരിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ഉണ്ട്. നമ്മൾ ഇച്ചിരി സ്റ്റൗ ഇച്ചിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഇപ്പം നന്നായിട്ട് വെന്ത് തോന്നിയിട്ടുണ്ട്. നല്ല മണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുകയാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. ഫൈനലി ഓണിയൻ ചോപ്പ് ചെയ്തതും കൊറിയാണ്ടർ ചോപ്പ് ചെയ്തതും കറി ലീവ്സും ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മളെ ബീഫിൻ്റെ ഫൈനൽ സ്റ്റേജ് വന്നിരിക്കുകയാണ്. ഇത്രയാണ് കറി. ബീഫും ഡാൽ കറി, അതുപോലെ തന്നെ ചോറ്, പേറ്റൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ബീഫിൻ്റെ സ്റ്റേജ്. നമ്മളിപ്പം കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്.